പഠന പിന്തുണ എന്ന ജാലവിദ്യ. വായനയും എഴുത്തും കണക്കും അറിയാതെ കുട്ടികൾ എങ്ങനെ 8ാം ക്ലാസ്സിലും അതിനു മുകളിലും എത്തുന്നു എന്ന ചോദ്യത്തിനും മുഴക്കമേറിയപ്പോഴാണ് 8-9 ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് കിട്ടാത്ത കുട്ടികൾക്കായി കഴിഞ്ഞ വർഷം മുതൽ പഠന പിന്തുണ ക്ലാസുകൾ ആരംഭിച്ചത്. ഇക്കൊല്ലം അത് 5, 6, 7 ക്ലാസുകളിലേക്ക് കൂടി അത് വ്യാപിപ്പിച്ചു. ഈ ക്ലാസുകൾ എത്രത്തോളം ഫലപ്രദമാണെന്ന് വ്യക്തമാക്കാൻ അതിന്റെ സമയക്രമം മാത്രം നോക്കിയാൽ മതി. ഏകദേശം ഒരാഴ്ചയാണ് പഠിക്കാൻ കിട്ടുന്നത്. അതും 7:30 മുതൽ 10:30 വരെ 3 മണിക്കൂർ. ഒരു വർഷം കൊണ്ട് കഴിയാത്തത് ഒരാഴ്ച കൊണ്ട് സാധ്യമാകുന്ന ജാലവിദ്യയാണ് പഠന പിന്തുണ പരിപാടിയെ കാണുന്നത്. തുടർന്ന് വിലയിരുത്തൽ നടത്തി മെയ് 2-ന് വാർഷിക പരീക്ഷാഫലം പ്രഖ്യാപിക്കണം. പരിമിതമായ പഠന പിന്തുണ ക്ലാസുകൾ കൊണ്ട് കുട്ടിയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനാവില്ലെന്ന് വ്യക്തമാണ്. പരീക്ഷ നടത്തി കുട്ടി ജയിക്കുകയും വേണം. പരീക്ഷയുടെ ചോദ്യം നേരത്തെ നൽകി ഉത്തരം എഴുതി വാങ്ങേണ്ട അവസ്ഥയാണ്. കുട്ടികൾ ലോകത്തെ അറിയുന്നത് അവധിക്കാല സ്വാതന്ത്ര്യത്തിലാണ്. അതാണ് അവരിൽ നിന്നും മോഷ്ടിച്ചെടുക്കുന്നത്. യാഥാർത്ഥ്യബോധമില്ലാത്ത നടത്തിപ്പ് രീതി കൊണ്ട് അതിന് ഫലമില്ലെന്ന് വരികയാണ് ചെയ്യുന്നത്. അക്കാദമിക വർഷത്തിന്റെ അവസാനത്തിലല്ല, തുടക്കം മുതൽ വേണ്ടതാണ് ഈ പഠന പിന്തുണ. കൂടുതൽ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് വർഷം മുഴുവൻ ഒരു പ്രത്യേക ശ്രദ്ധ ഉറപ്പിക്കാനുള്ള സംവിധാനമാണ് നമുക്ക് വേണ്ടത്.